ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോ ആയിരിക്കും എല്ലാവർക്കും സ്വാഗതം. ഞാനല്ല ചാലഞ്ച് വീഡിയോ ആയിട്ടൊന്നല്ല ഇന്ന്. അയ്യോ ഇക്കളയുണ്ട്. ഞാനല്ലേ എൻ്റെ വീട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ നോക്കാം, ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതുണ്ട് ബാക്ക് സൈഡ്, നോക്കിക്കേ. ഇങ്ങനെ കാണിക്കാം ബാക്ക് സൈഡ്. ഇത് ബാക്ക് സൈഡ്. ചിലപ്പോൾ ഇത് ക്ലിയർ അല്ലായിരിക്കും, എൻ്റെ ഫോണിലല്ല, കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. ഞാനത് തേച്ചത് ഞാനൊന്നല്ല, ചുമ്മാ പറഞ്ഞ അവളെ തേച്ചതാണ്. അവളെന്നെ ഫോട്ടോ എടുത്ത് കുറേ നേരമാണ് വന്നത്, ഒരു തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അത് പറ്റിയതാണ്, സാരമില്ല, എന്തായാലും മാറ്റില്ല. ഓക്കെ, ഞാനല്ല ഫ്രണ്ട് വശമല്ലേ, ഞാനല്ലേ കാണിക്കുന്നില്ല. അവിടെ കുറേ ആൾക്കാരുണ്ട്, വേണ്ട, അവരൊന്ന് കാണണ്ട. വീഡിയോ എടുക്കുന്നത് ഞാനല്ലേ ഫ്രണ്ട് വശം. ഞാൻ ഫ്രണ്ട് വശം ഒരു വീഡിയോ എടുത്തില്ല, നേരം കണ്ടെന്നാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കും. അതായത് ഞാൻ ഇനി അകത്ത് വശം കാണിക്കാം ഗൈസ്. ഇതാണ് അടുക്കള. ഓക്കെ, ഇതാണ് ഈ കഴിക്ക്. എപ്പോഴും ഞങ്ങൾ ഇവിടെയാണ് കഴിക്കുന്നത്. ഇവിടെയൊക്കെ ഇത് സോഫ, എൻ്റെ ബാഗ്, ഇത് നോക്കി, ഇതൊക്കെ ഇത് പ്ലാസ്റ്റിക്, ഇത് അവളെല്ലാം ചെയ്ത്. TV, എൻ്റെ കഥ ഇതുണ്ട് ഫ്രണ്ട് സൈഡ്. ഇത് ഉണ്ടെന്നാ തോന്നുന്നു, ഞാൻ പുറത്തിറങ്ങുന്നില്ല, ഫ്രണ്ട് കുറേ. പിന്നെ ഇതാണ് ബാത്റൂം. പിന്നെ ഇതാണ് തുണി റൂം. പിന്നെ ഇതാണ് എൻ്റെ മുറി. ഇവളെ കിടക്കത്തട്ട് ഫോൺ കണ്ടോണ്ടിരിക്കുക. അത് അവളുടെ റൂം. ഇത് ഇവിടെ അടുത്തൊരു ബാത്റൂം ഉണ്ട്. ഈ സൈഡ് ബാത്റൂമിൽ പോയി ഇവിടെ ഉറങ്ങാൻ നേരം. ഇത്രയേ ഉള്ളൂ വീട്. പിന്നെ മുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ, മുകളിൽ എനിക്ക് കയറാനും, മുകളിൽ എനിക്ക് കയറണം, പക്ഷേ അവിടെ കുറേ ആൾക്കാർ. ഞാൻ മുകളിൽ കയറുന്ന കാണും, പിന്നെ മുടിയെടുക്കാം, അതുകൊണ്ട്. പിന്നെ ആണെങ്കിൽ ഇതേണ്ട ഇവിടുത്തെ വ്യൂ ഉണ്ടില്ല. ഓക്കെ, ഇതേണ്ടേ നല്ല വ്യൂ, അത്ര ഒന്നുമില്ല, അത്രയും നല്ലപോലെ കിട്ടുന്നില്ല. പക്ഷെ വലിയ സ്ഥലത്തൊക്കെ നിൽക്കും, വലിയൊരു മലയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല വ്യൂ ഒക്കെ കിട്ടും. ചെയ്തില്ല. എൻ്റെ ഫുട്ബോൾ കാണിക്കട്ടെ. അയ്യോ, ഞാൻ ബാക്ക് സൈഡിൽ വെച്ചിട്ട്, ഞാൻ ബാക്ക് സൈഡിലായിരിക്കും അത്. ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തോ അത് ഫുട്ബോൾ, അറിയത്തില്ല. നോക്കി, അതെ, ഇവിടെ എൻ്റെ ഫുട്ബോൾ ഇരിക്കുന്നു. എൻ്റെ ഫുട്ബോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ എൻ്റെ ഫുട്ബോൾ ഉണ്ടല്ലേ, എന്നാലും ഞാൻ കാണിക്കാം എൻ്റെ ഫുട്ബോൾ. ഇതല്ല ചാലഞ്ച് വീഡിയോ ഒന്നുമല്ല, ഞാനല്ലേ ഈ ചാലഞ്ച് വീഡിയോ ഒരു സ്റ്റോറി വീഡിയോ ആയിരിക്കും കേട്ടോ ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആകെ 2 സബ്സ്ക്രൈബുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എനിക്ക് ഒരു പ്ലേ ബട്ടൺ കേട്ടോ, അതുകൊണ്ടാണ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വേറൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. ഇത്ര ദിവസമായിട്ട് എൻ്റെ കൂട്ടുകാരന് യൂട്യൂബ് ചാനൽ ചെയ്യുന്നില്ല. ഞാൻ കുറേ ആഴ്ചക്ക് പറയുന്നു, പക്ഷെ പിന്നെ ചെയ്യാമെന്ന്. അതുകൊണ്ട് ഞാനല്ലേ എൻ്റെ ഫോണിൽ സ്റ്റാർട്ട് ചെയ്തു. ഗെയിമിങ് വീഡിയോസൊന്നുമല്ല. ഞാനൊരു കാര്യം, ഇതല്ല അവളുടെ ഫോണ്. എൻ്റെ ഫോൺ ഇപ്പോൾ അവൾ ചെയ്തോണ്ട് ഇതാണോ എൻ്റെ ഫോണാണ് ചെയ്തത്. പക്ഷേ ഇത് ഇവളുടെ ഫോൺ, ഇവളുടെ ഫോണാണ്. ഞാൻ ഇവളുടെ കൂടി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അവളൊക്കെ ഉണ്ട് 2 സബ്സ്ക്രൈബ് ആയിട്ട്. എൻ്റെ ഫുട്ബോൾ കളിച്ചില്ല, ഞാൻ മറന്നുപോയത്, കാണിക്കാവേ. ഇപ്പം ഇതാണ് എൻ്റെ
ഇതാണ് എൻ്റെ ഫുട്ബോൾ. ഞാൻ കളിക്കാനും കാണിച്ചു തരാം. എന്താണ് ഞാൻ വേണം ഞാൻ ഇങ്ങനെ കാണിക്കാമല്ലോ. ഞാൻ കളിച്ച് കാണിച്ചു തരാം. വേണം ഞാൻ ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് കളിച്ച് കാണിച്ചൊക്കെ തരാം. ഞാൻ ജഗളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും ജഗള് ചെയ്തോണ്ടിരിക്കും. എന്നാൽ ഇങ്ങനെ അല്ല എനിക്കല്ലേ ഇങ്ങനെ അത് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ഈ ബോളാണ് കിട്ടിയത്. എനിക്ക് ആക്ച്വലി പുറത്ത് പോയി കളിക്കാൻ എനിക്ക് പറ്റാം. പക്ഷെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാത്തതും ഗൈസ് ഞാൻ ഇങ്ങനെ ജഗൾ ചെയ്യുന്നേ. ഒന്നുകൂടെ കാണിച്ചു തരാം. അത് പോയി എന്തോ ഇത് കുറെ പൊക്കട്ടെ. വേണ്ടേ ഇങ്ങനെയൊക്കെയാ ഞാൻ ജഗിൾ ചെയ്യുന്നത്. കാണിച്ചാൽ കൂടി ഗൈസ് ഇങ്ങനെയൊക്കെയാ ഞാൻ ജഗിൾ ചെയ്യുന്നത് ഗൈസ്. അതുകൊണ്ടാ ഇന്ന് സ്കൂളിലൊക്കെ മാച്ചൊക്കെ ഉണ്ടായിരുന്നു. ഫുട്ബോൾ മാച്ച്. ഫുട്ബോളൊക്കെ എൻ്റെ സ്കൂളിലേക്ക് കളിക്കും. ഇന്നല്ലേ ഇന്ന് വീട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടതാണ്. അതുകൊണ്ട് നാളെ സ്റ്റോറി വീഡിയോ വരുമായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാൻ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് 100K സബ്സ്ക്രൈബേഴ്സ് കിട്ടണം ഗൈസ്. പിന്നെ ബെൽ ബട്ടണും കിട്ടണം, സിൽവർ ബട്ടൺ. എനിക്ക് ഒരെണ്ണെങ്കിലും കിട്ടണം. അല്ലാതെ എനിക്കല്ലേ ഒരെണ്ണം പോലും എനിക്ക് കിട്ടണം ഗൈസ്. ഇനിയല്ലേ വേറൊരു കാര്യമുണ്ട്. പിന്നല്ലേ ഇത്ര കുറേ ദിവസം ഞാനല്ലേ വീഡിയോസൊന്നും ഇട്ടില്ല. ഇപ്പം 3 വീഡിയോസൊക്കെ ഇനി മുതൽ ഡെയിലി ഈ യൂട്യൂബ് ചാനൽ വീഡിയോസ് കാണും. പക്ഷേ എൻ്റെ കൂട്ടുകാരോടൊന്നും ഇനി ഈ യൂട്യൂബ് ചാനൽ ഇനി നടക്കത്തൊന്നുമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തോളാം കേട്ടോ. സിൽവർ ബട്ടൺ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയി സീറ്റ്സൊക്കെ കൊണ്ടുപോയി. പിന്നെ വേറെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു 6 മാസം എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ. പിന്നെ അതിനുശേഷം എൻ്റെ വീട്ടിൽ 6 മാസം സിൽവർ ബട്ടർ. പക്ഷെ എന്തായാലും ഇനി കിട്ടാൻ പോകത്തൊന്നുമില്ല. ഇനി എന്തായാലും കിട്ടത്തില്ല. കാരണം ഷോർട്സ് ഒന്നും ഇടുന്നില്ലല്ലോ. എപ്പോഴും ഞാൻ പറയിച്ചു ചാനലിടാന്ന്. പക്ഷെ എൻ്റെ കൂട്ടുകാർ പറയാ വേണ്ട, ചാനലൊന്നും വേണ്ട, ചാനലിട്ടാണെന്നോ അത്രയും വ്യൂസും കിട്ടത്തൊന്നുമില്ലെന്ന് പറയും. ഈ എൻ്റെ കൂട്ടുകാർ പറയുന്നത് അനുസരിക്കുന്നില്ല. എൻ്റെ കൂട്ടുകാരനാ തീരുമാനിക്കുന്നത് യൂട്യൂബ് ചാനലായിരിക്കും. ഞാനൊക്കെയായി പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനത്തെ ചെയ്യും. പിന്നല്ലേ ആറ്റം കാസ് ഡാനിൽ ആൻഡ് സിദ്ധാർത്ഥ്. അതിൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് എനിക്കറിയാം. അതല്ലേ ഞാൻ പറയട്ടെ. അവർ രണ്ടുപേരും എൻ്റെ കൂട്ടുകാരാ. അവർ ഞങ്ങളെപ്പോലെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഞാൻ അവരെ ഒന്നും പറയാതെ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഗെയിമിങ് യൂട്യൂബ് ചാനലുണ്ട്. എൻ്റെ കൂട്ടുകാർ അത് കളഞ്ഞിട്ട് വാ. എനിക്ക് 63 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കുറേ വട്ടം. എനിക്ക് തോന്നിയെന്ന് എന്താണ് ഈ സിൽവർ ബട്ടൺ ഇട്ടോട്ട് പക്ഷേ എൻ്റെ കൂട്ടുകാരനാണ്. ഇപ്പം വേസ്റ്റായിപ്പോയി. ഇനി എന്ത് ചെയ്യും ഗായ്സ്? ഇനി എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇനി എന്താണ് ഈ ചാനൽ ഇങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സ് ആക്കിക്കണം ഗൈസ്. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് വീണ്ടും ഓർമ്മിക്കുകയാണ്, എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പിന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ.
ഓക്കെ, പിന്നെ ഷെയർ ചെയ്യണം എല്ലാവർക്കും. ഓക്കെ, അപ്പം ഇപ്പം എല്ലാ അച്ഛന്മാർക്കും എല്ലാവർക്കും ബൈ ബൈ. ഇതെങ്ങനെ ഓക്കെ, ഇതെങ്ങനെയെങ്കിലും ഓഫ് ചെയ്യണം.